കുടിയേറ്റം നിയന്ത്രിക്കുമെന്നും നികുതി ഭാരം കുറയ്ക്കുമെന്നും ഉറപ്പു നൽകി ഡൊണാൾഡ് ട്രംപ്. രൂക്ഷ വിമർശനമാണ് യുഎസ് പ്രസിഡന്റ് ബൈഡന് നേരെ ട്രംപ് ഉയർത്തിയത്. മിൽവോക്കിയിലെ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വധശ്രമത്തിന് ശേഷം ആദ്യമായാണ് ട്രംപ് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന മിൽവാക്കിയിലെ റാലിയിലായിരുന്നു ട്രംപിന്റെ ഏറെ കാത്തിരുന്ന പ്രഭാഷണം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് താറുമാറായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. നികുതി ഭാരം കുറച്ച് ജീവിത സാഹചര്യങ്ങൾ മികച്ചതാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുടിയേറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് റാലിയിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തു. But I said to her, let me just ask you a question. Would you be happy if you had no tax on tips? She said, what a great idea. I got my information from a very smart waitress. That's better than spending millions of dollars. And everybody loves it. Waitresses and caddies and drivers and everybody. It's a large group of people that are being really hurt badly. They make money, let them keep their money. കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ തൊഴിൽ ശേഷിയെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അതിർത്തികൾ എന്നത്തെക്കാളും സുരക്ഷിതമാക്കും. ഇറാനെതിരായ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയതാണ് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് കാരണം. ഇറാൻ ആണവശക്തിയായി വളർന്നേക്കുമെന്നുള്ള ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ തുടരുമെന്ന സൂചന തന്നെയാണ് നിലപാടിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ലോക പോലീസാകുന്ന അമേരിക്കയുടെ നീക്കം രാജ്യത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നതായി വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ഇന്ന് മിൽവാക്കി സാക്ഷിയായി. 4 വർഷം മുമ്പത്തെ മഹത്വം നിറഞ്ഞ രാജ്യമായിരുന്ന അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ പ്രസിഡന്റ് പദവിയിലേക്ക് അയക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.